സിഗരറ്റ് ഈ ലോകത്ത് 890 മില്യൺ ആൾക്കാർ വലിക്കുന്നുണ്ടോ? ആഷ്ലി, ഈ ലോകത്ത് എത്ര ആൾക്കാർ സ്മോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും? അതൊക്കെ ഇപ്പൊ അങ്ങനെ എണ്ണാൻ പറ്റുമോ? ഞാൻ റീസെന്റ് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു സെൻസസ് വായിച്ചപ്പോഴത്തേക്കാണ് അത് കാണിച്ചത്. ഏകദേശം 890 മില്യൺ ആൾക്കാരാണ് വേൾഡിൽ സ്മോക്ക് ചെയ്യുന്നത്. അത്രയൊക്കെ വരുമോ? പിന്നെ എങ്ങനെ പോലും ഡെയിലി ഒരു 100 മില്യൺ ആൾക്കാരെങ്കിലും വലിക്കുന്നുണ്ടാവില്ലേ? ഈ സ്മോക്ക് ചെയ്യുന്നവരെ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പാസീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എഫക്ട് ചെയ്യുന്നവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ, ഇപ്പൊ അതല്ല വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെപ്പോലും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് ഈ സ്മോക്കിംഗ് ഹാബിറ്റ്. ശരിക്കും പറഞ്ഞാൽ അവരെ തന്നെയും ചുറ്റുമുള്ളവരെയും കൊന്നുകൊണ്ടിരിക്കുക അവരറിയാതെ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ, ലങ് ഡിസീസ്, ഹാർട്ട് ഡിസീസ് ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഹെൽത്തിനെ മാത്രമല്ല നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ എൻവയൺമെന്റില്ലേ, എൻവയൺമെന്റിനെ ഇത് പാസീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർ സ്മോക്ക് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന സിഗരറ്റ് ബഡില്ലേ, ഓക്കെ, അവരെ കളയുന്നത് ചെറിയ സാധനം, അത് ഇവർ കളയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളെടുക്കും. അത് മാത്രമല്ല, വൺസ് ഡീകമ്പോസ് ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ടോക്സിൻസ് ഇല്ലേ, ആ ടോക്സിൻസ് നമ്മുടെ സോയിലിനെ അതേ കണക്ക് തന്നെ അടിയിലുള്ള വെള്ളം, അണ്ടർഗ്രൗണ്ട് വാട്ടേഴ്സിനെ എല്ലാം പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ചെറിയ സാധനം കൊണ്ട് തന്നെ ഇത്രയും അഫക്റ്റ് ആവുന്നുണ്ടെന്നാ. ഇത് മനസ്സിലാക്കാതെ നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ചില ഫണ്ണിയസ്റ്റ് കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ പറയും ഓക്കെ കൂട്ടുകാരൻ എന്നെ വലിക്കാൻ പഠിപ്പിച്ചതാണ്, പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫിലിമിൽ കണ്ടു ഇന്ന ഹീറോ, എന്റെ ഫേവറേറ്റ് ഹീറോ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അതുകൊണ്ട് വർക്ക് പ്രഷറാണ്. ഇങ്ങനത്തെ കുറെ ഫണ്ണി കാര്യങ്ങളാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്ന പല ആൾക്കാർ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷെ എന്ന് വെച്ചാലേടാ, ഈ വർക്ക് പ്രഷർ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാവരും സിഗരറ്റ് വലിക്കുന്നില്ല. അതില്ലാതെ ആൽക്കഹോളോ സ്മോക്കിങ്ങോ ഒന്നും ഇല്ലാണ്ട് അതിനെ നേരിടുന്നവരുണ്ട്. അപ്പൊ അവര് ലൈഫിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പം പല ആൾക്കാരും ഓക്കെ നീയൊക്കെ എന്ത് ഇവിടെ നിന്ന് പറയുന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും. പക്ഷെ വിൽ പവർ ഉണ്ടെങ്കിൽ, അതെ വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലഹരിയുടെ ആവശ്യം ഈ ലോകത്തില്ല.